ഈ ഫാൻസ് എന്ന് പറഞ്ഞ പൊട്ടന്മാർ വിചാരിച്ചുകൊണ്ട് ഇവർക്കൊന്നും സംഭവിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ ഉത്തരം ഞാൻ പറയാം. ഇവർക്കൊരു മഹാനാടിന്റെ പടം ഇറങ്ങി. ആരുടെ പെരുമ്പാവൂരിനോ ഫാൻസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രം വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. വിനായകൻ എന്ന താരം മുൻപ് പറഞ്ഞ വാക്കുകൾ സത്യമാവുകയാണ്. ഇവർക്ക് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടം ഒരു പെട്ടെന്ന് ഉണ്ടാവില്ല ഈ പടം കാണാൻ. പിന്നീട് ആ 1.5 കോടിയിട്ട് നല്ല പടമാണെങ്കിൽ മാത്രമേ ജനം തിയേറ്ററിൽ കയറൂ. മോഹൻലാൽ എത്ര വലിയ നടനാണെങ്കിലും ഫാൻസ് വിചാരിച്ചാൽ മോഹൻലാൽ ചിത്രങ്ങൾ വിജയിപ്പിക്കാൻ കഴിയില്ല എന്നാണ് വിനായകൻ അന്ന് പറഞ്ഞത്. വിനായകന് നേരെ അന്ന് ഒരുപാട് വിമർശനങ്ങളും വന്നിരുന്നു. എന്നാൽ വിനായകൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന രീതിയിലാണ് മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ പോക്ക്. കോടികളാണ് നഷ്ടത്തിൽ വന്നിരിക്കുന്നത്. ഷിബു ബേബി ജോൺസ് നിർമ്മിച്ച മലൈക്കോട്ടൈ വാലിബൻ വലിയ പരാജയ ചിത്രമായി കണക്കാക്കപ്പെടുകയാണ്. പിന്നെ ആരും വന്നിട്ടില്ല. അപ്പൊ ഇവർ വിചാരിച്ചതൊന്നും ഈ പണി നടക്കില്ല. ഞാൻ വീണ്ടും പറയാം, ഈ ഫാൻസ് വിചാരിച്ചത് കൊണ്ട് ഇവരൊരു പടം നന്നാകാനും പോകുന്നില്ല, ഇവരൊരു പടം ചീത്തയാകാനും പോകുന്നില്ല. മോഹൻലാലിൻ്റെ ഫാൻസിന് വരെ മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരെ എന്ന ചിത്രം ഒഴിച്ചാൽ ബാക്കി എല്ലാ ചിത്രങ്ങളും മോഹൻലാലിൻ്റെ വലിയ പരാജയങ്ങൾ തന്നെയാണ്. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശമായ ചിത്രമായിട്ടാണ് മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഫാൻസ് 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള മോഹൻലാൽ എന്ന നടനെയല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഞാൻ വലിയ നടനാണ് എന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ ഓരോ സീനിലെയും അഭിനയം കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുക. പെരുമാവൂരിൻ്റെ ബിസിനസ് ബുദ്ധിയും കൂടി ചേർന്നപ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം എല്ലാവരും മറക്കുകയാണ്. ചിത്രത്തിൻ്റെ ബിസിനസ് മാത്രമാണ് മോഹൻലാലും ആന്റണിയും ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ചിത്രം പൊളിയുമെന്ന് കരുതിക്കൊണ്ടാണ് ഷിബു ബേബി ജോണിന് ഈ ചിത്രം നിർമ്മിക്കാൻ നൽകിയെന്നും വാർത്തയുണ്ട്.